പെൻഷൻ പ്രായം 55 ആകണം എന്ന് കേസരി അന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കൗൺസിലിന് 2 തട്ടുകൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് തിരുവിതാംകൂറിനെ പോലെ ഒരു നാട്ടുരാജ്യത്തിന് 2 തട്ടുകളുള്ള നിയമസഭയുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട്, അതിനെ കഠിനമായി എതിർക്കുന്നുണ്ട്. ജന്മിമാരുടെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ റദ്ദാക്കണം എന്ന് മുഖപ്രസംഗം എഴുതുന്നുണ്ട്. ഒപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, തിരുവിതാംകൂർ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്കൂപ്പുകളിലൊന്നും സമദർശി വഴിയാണ് വരുന്നത്. ബ്രൂക്ക് ബോണ്ട് കമ്പനിക്ക് ശബരിമല പൂങ്കാവനത്തിൻ്റെ അടുത്തുള്ള 2 ലക്ഷം ഹെക്ടറോളം വരുന്ന വനഭൂമി തോട്ടത്തിനായിട്ട് നൽകാൻ ദിവാനും അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നതിൻ്റെ വിവരം കിട്ടിയ സമയത്ത് അത് സംബന്ധിച്ചുള്ള കമ്പി ഇടപാടുകൾ, ടെലഗ്രാഫുകളുടെ മെസ്സേജുകൾ മുഴുവൻ സമാഹരിച്ച് സമദർശി പ്രസിദ്ധീകരിക്കുകയും ഇതിനെതിരെ കേസരി ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റ് തന്നെ ഇറക്കുകയും ചെയ്തു. ആ സപ്ലിമെൻറ്റും അതുണ്ടാക്കിയ കോലാഹലങ്ങളും അതിനെതിരെ നടന്ന സമരങ്ങളുമാണ് ബ്രൂക്ക് ബോണ്ടിന് അത് കൈമാറുന്നതിൽ നിന്ന് തടയുന്ന ഒരു സംഗതി ഉണ്ടായത്. അങ്ങനെ ഒരു പത്രവാർത്ത വഴി കേരളത്തിൽ വികസിച്ചു വന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സമരമുഖം ബ്രൂക്ക് ബോണ്ടിന് ഈ ഭൂമി കൈമാറുന്നതിനെതിരെ സമദർശി കൊണ്ടുവന്ന വാർത്ത വഴി ഉണ്ടായതാണ്. അങ്ങനെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് ഇയാൾ പ്രവർത്തിച്ചത് എന്ന ഓർമ്മ മിക്കവാറും പോയിട്ടുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. പത്രസംഘടന ഉണ്ടാക്കുക, അതുപോലെ രാജാവിനെയെല്ലാം ഇതുപോലെ നിശിതമായിട്ട് വിമർശിക്കുക, ജന്മിമണ്ഡലങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പ്രമേയം കൊണ്ടുവരിക, ബാങ്കുകൾ ദേശസാൽക്കരിക്കണം എന്ന് ആവശ്യപ്പെടുക, ഇതെല്ലാം 1920കളിൽ തന്നെ കേസരിയുടെ പത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും സമദർശിയിൽ നിന്ന് പുറത്തു പോകുന്നതോടെ കേസരി പിന്നെ തീരുമാനിച്ചൊരു കാര്യം, ഇനി മുതൽ 2 കാര്യം അദ്ദേഹം അന്ന് തീരുമാനിക്കുന്നു. ഒന്ന്, പത്രാധിപരായിട്ട് പത്രപ്രവർത്തനത്തിലൂടെ മാത്രമേ ഇനി ജീവിക്കൂ, ഒരു തൊഴിലായി അത് മാത്രമേ ചെയ്യൂ. 2, സ്വന്തം പത്രത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. അങ്ങനെ സ്വന്തം പത്രത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് തീരുമാനിക്കുകയും പത്രപ്രവർത്തനം തൊഴിലായിട്ട് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതോടെ കേസരിക്ക് സ്വന്തം പത്രം തുടങ്ങേണ്ടതായ ഒരു സ്ഥിതിയായി. സ്വന്തം പത്രം തുടങ്ങാൻ കേസരിയുടെ കയ്യിൽ യാതൊരു നിക്ഷേപം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംരംഭത്തിന് കേസരി തുടക്കം കുറിച്ചു. 26 മുതൽ 30 വരെ അദ്ദേഹം തിരുവിതാംകൂറിലുടനീളവും മലയായിലും സിംഗപ്പൂരുമൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് പണം പിരിച്ചു. അങ്ങനെ പണം പിരിച്ച് അദ്ദേഹം ഒരു പത്രം നടത്താനുള്ള പണം ശേഖരിക്കുന്നു. 1926 മുതൽ 26 ഓഗസ്റ്റ് മുതൽ 29 ഓഗസ്റ്റ് വരെ തിരുവിതാംകൂറിൽ നടന്ന് അദ്ദേഹം പണം പിരിച്ചു. 29 മലയായിലും സിംഗപ്പൂരിലുമൊക്കെ ഏതാണ്ട് 9 മാസക്കാലം സഞ്ചരിച്ച് പണം പിരിച്ചു. അങ്ങനെ കൈവന്ന പണമെല്ലാം ചേർത്തിട്ടാണ് 1930 ജൂൺ 4 അദ്ദേഹം പ്രബോധകൻ എന്ന പേരിലൊരു പത്രം പ്രസിദ്ധീകരിച്ചത്. പ്രബോധകനിൽ ഇതിൻ്റെ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് തിരുവിതാംകൂറിൽ നിന്ന് തനിക്ക് കിട്ടിയത് 4740 രൂപ 4 അണയാണ്. മലയായിൽ നിന്ന് കിട്ടിയത് $2192. $100 153 രൂപ എന്ന കണക്കിൽ അത് 3853 രൂപ വരും. അങ്ങനെ 8093 രൂപ 4 അണ വരുമാനമുണ്ട്. പണപ്പിരിവിനായി 4 വർഷം സഞ്ചരിച്ചതിൻ്റെ ചെലവ് 1917 രൂപ 4 അണയാണ്. ബാക്കി 6776 രൂപ കയ്യിലുണ്ട്. സംഭാവന തന്നവർക്കെല്ലാം പത്രം കൃത്യമായിട്ട് അയച്ചു തരുന്നതാണ്. പത്രം ലാഭമാകുന്ന മുറയ്ക്ക് സംഭാവന നൽകിയവർക്ക് പണമെല്ലാം തിരിച്ചു നൽകും എന്നുമൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു. മദ്രാസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മദ്രാസിൽ പോയി ഡബിൾ ഡമ്മി സിലിണ്ടർ പ്രസ് വാങ്ങി 1930 ഏപ്രിൽ 22 പ്രസ് പ്രവർത്തനം തുടങ്ങി. പ്രസ്സിന് അദ്ദേഹം ഇട്ട പേര് മരിച്ചുപോയ മകളുടെ പേരാണ്, ശാരദ. അങ്ങനെ ശാരദ പ്രസ് തുടങ്ങി. 1930 ജൂൺ 4 പ്രബോധകൻ ആരംഭിച്ചു. എല്ലാ ബുധനാഴ്ച തോറുമാണ് അത് ആരംഭിച്ചത്. ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാം. ശാരദാ പ്രസ്സിൽ ആദ്യമായിട്ട് അച്ചടിച്ച ലഘുലേഖ, പത്രം അച്ചടിക്കുന്നതിന് മുമ്പ് പ്രസ് പ്രവർത്തിച്ചു തുടങ്ങി. അച്ചടിച്ച ലഘുലേഖ TS രാമസ്വാമി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണാർത്ഥം ഇറക്കിയ ഒരു ലഘുലേഖയാണ്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഈ മീററ്റ് ഗൂഢാലോചന കേസിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിയായി തീർന്ന സമയത്ത്
മീററ്റ് ഗൂഢാലോചന കേസിലെ പ്രതികൾ പുറപ്പെടുവിച്ച പ്രസ്താവന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കേസരി സ്വന്തം പ്രസ്സിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. NC ശേഖറാണ് അദ്ദേഹത്തിന് അത് കൊണ്ടു കൊടുക്കുന്നത്. ശേഖറിൽ നിന്ന് കിട്ടിയത് അദ്ദേഹം വിവർത്തനം ചെയ്ത് അദ്ദേഹം അത് അച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രബോധകൻ്റെ പ്രസ്താവന ഒരു പത്രാധിപത്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേസരി ആ പ്രസ്താവനയിൽ പറയുന്നത്, ഒരു പുതിയ പത്രം വന്നിരിക്കുന്നു, പത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് നല്ലതാണോ എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പത്രങ്ങളുടെ എണ്ണം കൂടുന്നതല്ല, മറിച്ച് ഉള്ള പത്രങ്ങൾ ശക്തിപ്പെടുന്നതാണ് കുറെ കൂടി നല്ലത് എന്ന അഭിപ്രായമുണ്ട്. കേസരി അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പാശ്ചാത്യ ലോകത്തിലെ പത്രപ്രവർത്തനത്തിൽ ദേശാഭിമാനികളായ നിരൂപകർ കാണുന്ന മൗലികമായ ന്യൂനത പത്രപ്രവർത്തനം, അതായത് പൊതുജനാഭിപ്രായ പ്രകടനവും അതിൻ്റെ രൂപവൽക്കരണവും സാധിച്ചു കൊടുക്കുന്ന പ്രവൃത്തി അല്പം ചില കോടീശ്വരന്മാരുടെ കൈവശം വന്ന് കേന്ദ്രീകരിക്കുന്നതാകുന്നു. ഇത് 1930-ലാണ്. ഇതിൽ നിന്ന് പത്രപ്രവർത്തനത്തിൻ്റെ വ്യവസായ ഭാവത്തിന് ചില ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഗൗരവതരങ്ങളായ ദൂഷ്യങ്ങൾ ഇതിനുണ്ട്. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉഗ്രശക്തിയെ ഇവർ സ്വകാര്യ സാധ്യത്തിനായി വിനിയോഗിച്ച് നാടിനും നാട്ടാർക്കും അപരിഹാര്യങ്ങളായ ദോഷങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്വതന്ത്ര പത്രങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നത് കണ്ടാൽ നാം സന്തോഷിക്കുക തന്നെയാണ് വേണ്ടത്. വാസ്തവത്തിൽ ഇത് മർമ്മസ്പർശിയായ ഒരു കാര്യമാണ്. കാരണം ലോകത്ത് പത്രകുത്തകകൾ വികസിച്ചു വരുന്നതിനും വളരെ മുമ്പ് തന്നെ കേസരി ഒരു അപകടം കാണുന്നുണ്ട്. കാരണം ഒരു മൂലധന ശക്തിയായി പത്രം മാറുകയും തങ്ങളുടെ കയ്യിലുള്ള അഭിപ്രായ രൂപീകരണത്തിൻ്റെ സാധ്യതയെ കാര്യസാധ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുക വഴി പത്രങ്ങൾ തന്നെ അവയുടെ ഒരു പൊതുമണ്ഡലത്തിൻ്റെ പദവിയിൽ നിന്ന് മൂലധന പ്രവർത്തനത്തിൻ്റെ മണ്ഡലം എന്നതിലേക്ക് വഴിമാറുന്നു. പിന്നീട് ഹേബർമാസൊക്കെ പബ്ലിക് സ്ഫിയറിന് സംഭവിക്കുന്ന തകർച്ചയെക്കുറിച്ച് ഈ പത്രങ്ങളെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ ഇതേ ആശയം പറയുന്നുണ്ട്. അതുകൊണ്ട് പുതിയ പത്രങ്ങൾ ഉണ്ടായി വരുന്നതാണ് പത്രത്തിൻ്റെ അടിസ്ഥാന ദൗത്യത്തിന് നല്ലത്. പൊതുജനാഭിപ്രായ രൂപീകരണം, പൊതുജനാഭിപ്രായ ആവിഷ്കാരം, ഇതിൻ്റെ നിലനിർത്താൻ പത്രങ്ങളുടെ ധനകേന്ദ്രീകരണം ഒഴിവാകണം എന്നൊരു കാഴ്ചപ്പാട് കേസരി അതിൽ പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നു. അതിലൊരു കാര്യം, ഒരു സാഹിത്യകാരനോ സാഹിത്യ നിരൂപകനോ വേണ്ടത് ഒരു ജഡ്ജിയുടെ നിഷ്പക്ഷമായ നിലയാണെങ്കിൽ ഒരു പത്രാധിപർക്ക് വേണ്ടത് ഒരു വക്കീലിൻ്റെ നിലയാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാദമാണ് പത്രം നടത്തേണ്ടത്. തൻ്റെ പത്രത്തിൽ 4 കാര്യങ്ങളാണ് നടത്തുക എന്ന് കേസരി പറയുന്നു. 1 രാഷ്ട്രീയ വിമർശനം, 2 ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാഹിത്യകലാ നിരൂപണം, 3 നവീന ശാസ്ത്ര പ്രചരണം, 4 വിശ്വസാഹിത്യ പ്രചരണം. ഇങ്ങനെ ഒരു പത്രം വിഭാവനം ചെയ്യുമ്പോൾ ഈ ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പിന്നീട് നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കലയെ എന്ന് പറയുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കരുതുകയും ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കലയുടെ ലോകം എന്ന് കരുതുകയും ചെയ്ത ഒരാളാണ് കേസരി. എന്തായാലും ഈ പ്രബോധകൻ വരുന്നു, 14 ലക്കമേ അത് പുറത്തു വന്നുള്ളൂ. ശുചീന്ദ്രം സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ഒരു കേസ് വന്നു. ആ കേസ് കോടതി കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കേസരി മുഖപ്രസംഗം എഴുതി ഒരു വലിയ ലേഖനവും കൊടുത്തു. അതേ ചൊല്ലി ഒരു ക്വാർട്ടർലിഷ്യ കേസ് വന്നു. ക്വാർട്ടർലിഷ്യ കേസ് കേരളത്തിലെ ഒരു പത്രവുമായി ബന്ധപ്പെട്ട ഒരു ഫുൾ ബെഞ്ചിലേക്ക് ഒരു ക്വാർട്ടർലിഷ്യ കേസ് പോകുന്നത് ആ കേസാണ്. അതിൽ കേസരിക്ക് 200 രൂപ പിഴയും 2 മാസം തടവും ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പ്രബോധകൻ അടച്ചുപൂട്ടിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവിട്ടു. 14 ലക്കം മാത്രമാണ് ഈ 4 വർഷക്കാലം നാട് മുഴുവൻ നടന്ന് പണം പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കേസരി തുടങ്ങിയ പ്രബോധകൻ പ്രവർത്തിച്ചത്. 1930 സെപ്റ്റംബർ 10 പത്രം ഇറങ്ങി അല്പനേരം കഴിയുമ്പോൾ, വൈകുന്നേരമാണ് ഇറങ്ങുക, പത്രം ഇറങ്ങിയ ആളുകൾ അത് വാങ്ങി നിൽക്കുന്ന സമയത്ത് പത്രം അടച്ചുപൂട്ടിക്കൊണ്ടുള്ള തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വന്നിരുന്നു. പക്ഷെ ഇങ്ങനൊരു ഉത്തരവ് വരുമെന്ന് കേസരി ഏതാണ്ട് മുൻകൂറായി കണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊല്ലത്ത് ഒരു പെരിനാട്ടുകാരൻ രാമകൃഷ്ണപിള്ള, നാരായണപിള്ള എന്ന് പറഞ്ഞ ഒരാൾ മുമ്പ് ഒരു പത്രത്തിന് ലൈസൻസ് അദ്ദേഹം വാങ്ങി വെച്ചിരുന്നു. കേസരി എന്ന പേരിൽ
പെരുന്നാട് നാരായണപിള്ള ശേഖരിച്ചിരുന്ന ലൈസൻസ് കേസരി വില കൊടുത്ത് വാങ്ങുകയും